അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫസീല ചാനൽ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മൾ കുഞ്ഞിപ്പത്തൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ അതിൻ്റെ കറി റെഡിയാക്കാനായിട്ട് നമ്മൾ ആദ്യം കശുവണ്ടി ഒന്ന് നെയ്യിൽ വറുത്തെടുക്കണം. പിന്നെ തേങ്ങയും ചെറിയ ഉള്ളി, കറിവേപ്പില, കറുവപ്പട്ട എന്നിവ ഒക്കെ ഒന്ന് വറുത്ത് കോരി മാറ്റിയെടുക്കാം. ഇനി നമുക്ക് എണ്ണയിലേക്ക് കുറച്ച് സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, കുരുമുളക് ഒക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഞാൻ കുറച്ച് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി മഞ്ഞൾപ്പൊടി കൂടി ഇടുന്നുണ്ട് കേട്ടോ. മുളക് പൊടി ഒക്കെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തക്കാളിയും പച്ചമുളകും ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. വലിയ ജീരകപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ചിക്കൻ പീസ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കുഞ്ഞിപ്പത്തൽ ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്ത് അതിലേക്ക് പെരുംജീരകപ്പൊടി കൂടി ഇട്ട് ഇതുപോലെ ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ കുഞ്ഞിപ്പത്തലുകളായിട്ട് ഉണ്ടാക്കിയെടുക്കണം. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ചിക്കനിലേക്ക് നമ്മൾ തേങ്ങ വറുത്തരച്ച അരപ്പ് കൂടി ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്ക് കുഞ്ഞിപ്പത്തൽ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. റമളാനിൽ നല്ലൊരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഡിഷാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞാൽ നിങ്ങൾ നെട്ടു കേട്ടോ, അത്ര ടേസ്റ്റാണ്. നമുക്കിതൊന്ന് ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് താളിച്ചെടുക്കാം. പിന്നെ മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം.